ഹലോ ഹായ് നമസ്കാരം ഫ്രണ്ട്സ്. സിയോൺ റിയൽറ്റീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നാലാഞ്ചിറ ചെഞ്ചേരി ലൈനിലുള്ള ഒരു അടിപൊളി വീട്ടിലാണ് കേട്ടോ. 2000 സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള 4 ബെഡ്റൂമോട് കൂടിയ വീടാണ് വിൽപ്പനയ്ക്കായിട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. 5 സെൻറ്റിലാണ് 2000 സ്ക്വയർ ഫീറ്റിൽ ഈ വീട് പണിതിട്ടുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു ചെറിയ ഒരു ഇടനാഴി കൊടുത്തിട്ടുണ്ട്, ഒരു വരാന്ത കൊടുത്തിട്ടുണ്ട്. വരാന്തയിൽ നമ്മൾ നേരെ കയറി വരുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ്. ഇതാ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വലിയൊരു TV യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് ഫസ്റ്റ് ബെഡ്റൂമാണ്, മാസ്റ്റർ ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമാണ്. നമ്മൾ ആദ്യം കയറി വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. നല്ലൊരു റൂം തന്നെയാണ്. നമ്മൾ വാർഡ്രോബ് ഒന്നും ചെയ്തിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ വേണമെങ്കിൽ വാർഡ്രോബ് കൊടുക്കാം. നമ്മളോട് ചേർന്ന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. പാരി വെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഈ വീട്ടിലെ ആദ്യത്തെ ബെഡ്റൂം. ലിവിങ് ഏരിയയിൽ നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ഇവിടെ അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഐറ്റംസ് ഒക്കെ നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സ് ഒക്കെ വയ്ക്കണമെങ്കിൽ അതിനുള്ള സെറ്റിങ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ല നമുക്ക് ആഹാരം പാചകം ചെയ്തിട്ട് ഒരു കൗണ്ടർ ബോക്സ് പോലെ കൊടുത്ത് നമുക്ക് ഇവിടുന്ന് ആഹാരം ഇവിടെ സെർവ് ചെയ്ത് ഇവിടെ കൊടുക്കാനായിട്ട് ഉള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതും ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ പറയാം, കാരണം അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിന് മാസ്റ്റർ ബെഡ്റൂം എന്ന് വിളിക്കാം. ഇവിടെ കബോർഡുകളും വാർഡ്രോബും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. പാരി വെയറിൻ്റെ തന്നെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ മെറ്റീരിയൽസും ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ വയറിംഗ് എല്ലാം വന്നിട്ട് വി ഗാർഡിൻ്റെ ആണ് കേട്ടോ. വി ഗാർഡിൻ്റെ വയറിംഗ് ആണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നൊരു കിച്ചണിലേക്കാണ്. മനോഹരമായിട്ട് തന്നെ കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. കബോർഡുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങുന്ന അടുക്കളയുടെ ആ പുറകുവശത്തേക്കാണ്. ഇവിടെ ഇറങ്ങുമ്പോഴും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ നനകല്ലൊക്കെ ആ പോർഷനിൽ കൊടുക്കാം. അവിടെ നമുക്ക് വേണമെങ്കിൽ കൃഷി ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്നുള്ളൊരു സാധനം അവിടെ കൊടുത്തിട്ടുണ്ട്. നനകല്ല് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നനകല്ല് നമുക്ക് അവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് നേരെ ഇറങ്ങുന്ന പുറത്തുള്ള ഭാഗത്തേക്കാണ്. വേണമെങ്കിൽ നമുക്കിത് കുറച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു വർക്ക് ഏരിയ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നനകല്ലിനുള്ള ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വേസ്റ്റ് ഇടാനുള്ള പ്രത്യേകം ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 5 സെൻറ്റ് ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. പുറകിലോട്ട് ഇറങ്ങിയാലും സൈഡിലോട്ടാണെങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ തന്നെ നമുക്ക് കിട്ടുന്നുള്ളതാണ്. ഇങ്ങോട്ടും കുറേ സ്ഥലം കൊടുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു വലിയൊരു ഏരിയ തന്നെ. ഇവിടുന്ന് അടുത്ത് ബാക്ക് സൈഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വലിയൊരു പ്ലോട്ട് ഇങ്ങനെ വെറുതെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ താഴത്തെ കാഴ്ചകൾ കണ്ടു. ഇനി മുകളിലത്തെ വിശേഷങ്ങൾ അറിയട്ടെ. നമുക്ക് മുകളിലേക്ക് പോയാലോ? വരും. മുകളിലേക്ക് വരുമ്പോഴും വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വീണ്ടും ഒരു TV യൂണിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഹോളിൽ നമ്മൾ നേരെ ഇറങ്ങിപ്പോകുന്ന ബാൽക്കണിയിലേക്കാണ്. ഇങ്ങനെ കറങ്ങി വരുന്ന ഒരു ബാൽക്കണി ആയിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അവിടെ നമുക്ക് ചുറ്റി ഇത്രയും പോർഷൻ വരെ പോകുന്ന തരത്തിലാണ് ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഏത് സൈഡിലോട്ട് വേണമെങ്കിലും നമുക്കൊരു വ്യൂ കിട്ടുന്ന തരത്തിലാണ് ബാൽക്കണിയുടെ ഒരു സെറ്റിംഗ്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ വീട്ടിലെ 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു, താഴെ കണ്ടതിനെക്കാട്ടിലും വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ റൂമിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാർഡ്രോബുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കേട്ടോ. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. കാണാം. ഈ ബെഡ്റൂം മറ്റു ബെഡ്റൂമുകൾ തന്നെ കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വാർഡ്രോബ് തന്നെയാണ് കൊടുത്തേക്കണേ. എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ നേരെ വരുന്നൊരു ഓപ്പൺ ടെറസിലേക്കാണ്. നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ കൊടുക്കാനുള്ളൊരു പ്രൊവിഷൻ അവർ ചെയ്തിട്ടുണ്ട്.
ഈ ഓപ്പൺ ടെറസിൽ നിന്ന് മേളിലേക്ക് പോകുന്നതാണ് മെയിൻ ടെറസിലേക്ക് പോകുന്നത്. അവിടെയാണ് വാട്ടർ ടാങ്കും നമുക്ക് ഡ്രസ്സൊക്കെ വിരിക്കാനൊക്കെയുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ കാണിക്കുന്നില്ല, ഫുൾ വെയിലായതുകൊണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന സിയോൺ റിലേറ്റേഴ്സിൻ്റെ നമ്പറോട്ട് ബന്ധപ്പെടുക. സിയോൺ റിലേറ്റേഴ്സിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ്. നമുക്കറിയാം 4-5 ആയതുകൊണ്ട് തന്നെ നമ്മുടെ സെൻറ്റ് കുട്ടി സ്കൂളാണെങ്കിലും മാറിവന്യ കോളേജ് ആണെങ്കിലും MG കോളേജ് ആണെങ്കിലും എല്ലാം അടുത്ത് തന്നെയാണ് ഉള്ളത്. സോ അങ്ങനെ അത്തരത്തിൽ ഈ ഒരു ഏരിയ സ്വന്തമാക്കാൻ അല്ലെങ്കിൽ സിറ്റിയുടെ നടുഭാഗത്ത് വീട് വേണമെന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും അനുയോജ്യമായിട്ടുള്ളൊരു വീട് തന്നെയാണെന്ന് ഞാൻ പറയും. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ സിയോൺ റിലേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക. വീണ്ടും മറ്റൊരു വീടുമായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.